10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി ഒടുവിൽ യമനിൽ നിന്നും നാട്ടിലെത്തി. പൂമംഗലം സ്വദേശി ദിനേശാണ് പതിറ്റാണ്ട് നീണ്ട ദുരിതക്കയം താണ്ടി പ്രിയപ്പെട്ടവരുടെ അരികിലെത്തിയത്. പ്രിയപ്പെട്ട അച്ഛൻ തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും. രണ്ടാമത്തെ കുഞ്ഞിന് 6 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ജീവിതഭാരത്തിന് പ്രതിവിധി തേടി ദിനേശ് യമനിലേക്ക് പോകുന്നത്. 10 വർഷം നീണ്ടു നിൽക്കുന്ന കണ്ണീരിന്റെ തുടക്കമാണ് ദിനേശിന്റെ ആ യാത്രയെന്ന് ഭാര്യ അനിതയും മക്കളും അന്ന് അറിഞ്ഞിരുന്നില്ല. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് 2014 യമനിൽ ഇറങ്ങിയ ദിനേശിനെ കാത്തിരുന്നത് പ്രതിസന്ധികൾ മാത്രമായിരുന്നു. നാട്ടിലേക്കുള്ള മടക്കം മാത്രം ലക്ഷ്യമിട്ട് ദിനേശ് ജീവിച്ചു തീർത്തത് ഒരു പതിറ്റാണ്ട് കാലമാണ്. ദിനേശ് എത്തിയതിനു പിന്നാലെ യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് പ്രതിസന്ധികളുടെ തുടക്കം. ഇതിനിടെ പാസ്പോർട്ട് സ്പോൺസർമാരുടെ കൈകളിൽ അകപ്പെട്ടു. നാട്ടിലെ ജീവിതവും കടക്കണിയിലായി. കുടുംബം, സുഹൃത്തുക്കളും ബന്ധുക്കളും മുഖാന്തരം പല വാതിലുകളും മുട്ടിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എടക്കുളം സ്വദേശി വിപിൻ പാറമേക്കാട്ടിൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ദിനേശിന് നാട്ടിലേക്ക് തിരികെ എത്തുവാനുള്ള വഴി തെളിഞ്ഞത്. ബുധനാഴ്ച രാവിലെയാണ് താൽക്കാലിക പാസ്പോർട്ടുമായി ദിനേശ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. മണിക്കൂറുകൾ നീണ്ട എമിഗ്രേഷൻ പ്രക്രിയകൾക്ക് ശേഷം വീട്ടിലെത്തിയ ദിനേശിനെ സന്തോഷാശ്രുക്കളുമായാണ് കുടുംബം വരവേറ്റത്. തുടർന്ന് മധുരം വിതരണം ചെയ്തു. തിരികെ എത്താൻ സാധിച്ചത് സ്വപ്നതുല്യമാണെന്നും ഇനിയുള്ള കാലം കുടുംബത്തോടൊപ്പം കഴിയാം എന്ന സന്തോഷം മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും ദിനേശ് പറഞ്ഞു. നല്ല സന്തോഷം തോന്നുന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ജോലികളില്ലാണ്ട് ഭാര്യ വീട്ടുകാര് അവരെല്ലാരും കൂടി ഉണ്ണി പൂമംഗലത്തിനെയും വിപിൻ സാറിനെയും കണ്ട് പരാതി പറഞ്ഞു. ഇയാള് പോയിട്ട് 10 വർഷമായിട്ട് വരാൻ പറ്റില്ല, നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ വിപിൻ സാറ് നേരെ ഡൽഹിയിലേക്ക് പോയി. പാസ്പോർട്ടിന്റെ കോപ്പി വരുത്തി നേരെ ഡൽഹിയിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം സാറ് ക്ലിയർ ചെയ്തു തന്നു. വിപിൻ സാറ് ഉണ്ണി പൂമംഗലം ഉണ്ടായിരുന്നു. എല്ലാവരും സഹായത്തോടുകൂടി നാട്ടിലെത്തി. നല്ല സന്തോഷം. കുടുംബത്തെത്തിയപ്പോൾ എല്ലാവരെയും കണ്ടു. എല്ലാവരോടും നന്ദി. തിരിച്ചെത്തിയ സന്തോഷങ്ങൾക്കിടയിലും ദിനേശിനെ നോവിച്ചത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വീടെന്ന തന്റെ സ്വപ്നമാണ്. തകർന്ന മനസ്സുമായി നിന്ന ദിനേശിനി താങ്ങായുള്ളത് പ്രിയ നാട്ടുകാരുടെ വാക്കുമാത്രമാണ്. സ്വന്തമായി ഒരു വീടും തൊഴിലും ഉറപ്പു നൽകിയാണ് നാട്ടുകാർ പിരിഞ്ഞത്. നാട്ടുകാരുടെ പ്രതിനിധിയായി വിപിൻ പാറമേക്കാട്ടിലാണ് ആ ഉറപ്പു നൽകിയത്. കൈരളി ന്യൂസ്, തൃശൂർ.